ജയിലറിനകത്തൊരു നടപ്പ്, ആ പ്രായത്തിൽ വളഞ്ഞൊരു നടപ്പ് വരുന്നത് എൻ്റെ നമുക്ക് ഗൂസ് ബംസ് ആണിത്. ലാലേട്ടൻ്റെ സ്വാഗ് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കഥ എഴുതി വെച്ചത്. നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ സൂക്ഷ്മാഭിനയം മാത്രമാണ് അതിനകത്തുള്ളത്. ഇപ്പോഴും മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ച 3 കഥകൾ എൻ്റെ ഇരിപ്പുണ്ട്. അമൽനീരദിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ബൊഗെയിൻവില്ല. ഞാൻ എഴുതിക്കൊണ്ട് പറയുന്നതല്ല. അദ്ദേഹത്തിനോടുള്ള വികാരം എന്താണ്? അദ്ദേഹത്തിൻ്റെ വികാരം അദ്ദേഹത്തിന് സിനിമകൾ തിയേറ്ററിൽ കാണില്ല എന്നുള്ളതാണ്. സൂസൈഡിലേക്കൊക്കെ ചിന്തിച്ചാൽ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാടും സൂസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ. എവിടുന്ന വാലിഡേഷനും ജഡ്ജ്മെന്റ് ഒക്കെ എടുത്തിരുന്നത്? ഫസ്റ്റ് വാലിഡേഷൻ എൻ്റെ തന്നെയാണ്. ഞാൻ ഭയങ്കര ക്രിട്ടിക്കാണ്. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണ മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യമുള്ളത് പോലെ എനിക്ക് അങ്ങനെ വേണം. എനിക്ക് സ്പൂൺ ഫീഡിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതൊക്കെ പഴയ സാധനങ്ങളാണ്. ഫസ്റ്റ് വ്യൂവിൽ നമ്മൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല സെക്കൻഡ് വ്യൂവിൽ നമുക്ക് കിട്ടും. നമ്മൾ അങ്ങനെ ഇതിനെ ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. മലയാളത്തിൽ വന്നിട്ടുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ ഇപ്പോൾ ഏറ്റവും പ്രിയം ഉത്തരം അതിൽ നിന്ന് ഞാൻ മറ്റേ ഇമ്മാനുവൽ എന്നുള്ള പേര് അസ്തർ ഇമ്മാനുവലിന് കൊടുത്ത ആ ഇൻസ്പിറേഷൻ. എന്താ ഡെനിസ് ജോസഫിൽ കാണുന്നൊരു അപൂർവത? ഹിറ്റായിരുന്നു. പുള്ളി വന്നുള്ള ഹിറ്റുകളുടെ തമ്പുരാനാണ്. കിൽബില്ല് പോലത്തെ ഒരു മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന തിരക്കഥ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ആരും തയ്യാറല്ല. നമ്മൾ ക്രൈമിനകത്ത് പുതിയതായിട്ട് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആക്ച്വലി ക്രൈമിൻ്റെ പറയാവുന്ന എല്ലാം ചെയ്യും. നമ്മൾ എന്ത് മോട്ടീവ് കൊണ്ടാലും ഇപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എഴുതുക. 2012 അൻവർ റഷീദിൻ്റെ വാട്സപ്പ് DP ആയിരുന്നു ഇത്. അൻവർ റഷീദ് കൊണ്ട് കഥ പറയാൻ നടന്നിരുന്ന അന്നത്തെ ഒരു തിരക്കഥാകൃത്ത്, വാണബി തിരക്കഥാകൃത്ത് ആ വാട്സപ്പ് DP കണ്ടതിൻ്റെ പിറകിലാണ് ആ മനുഷ്യന് സിനിമയോടുള്ള തിരക്കഥ എഴുത്തിലേക്കുള്ള ഒരു പ്രചോദനം ആരംഭിക്കുന്നത്. തിരക്കഥാരചന പിന്നീട് പുസ്തകരചന ആയത് മാറിയതും വലിയ ചരിത്രമാണ്. കൂടെ ഇരിക്കുന്ന ലാജോ ജോസാണ് ബോഗൻവില്ല എന്ന സിനിമയുടെ വിജയവും ആ സിനിമയെപ്പറ്റി സംസാരിക്കാനും. നമസ്കാരം. താങ്ക് യു. അറിഞ്ഞോ അറിയാതെയോ അൻവർ റഷീദ് കാരണമായിട്ടുണ്ട് ഈ യാത്രയ്ക്ക് എന്നുള്ളത് അതെങ്ങനെ അറിഞ്ഞു? ഞാൻ അത് പണ്ട് എവിടെയോ പറഞ്ഞാണ് ഈ കാര്യം. അതെവിടെ മനസ്സിലായി? അതറിയോ അൻവർ റഷീദിന്? ഇല്ല അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞിട്ടില്ല ഈ കാര്യം. അന്ന് അൻവർ റഷീദിൻ്റെ ഫോൺ നമ്പർ എനിക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്ത് വെച്ചപ്പോഴാണ് DPയിൽ ഈ സാധനം ഇങ്ങനെ കാണുന്നത്. അന്ന് നമുക്ക് കഥ പറഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ കഥകൾ വെളിയിലാക്കണമെങ്കിൽ നോവലും വേണമെങ്കിൽ ആക്കാമല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഈ സാധനം വരുന്നത്. അതാണ് ഫസ്റ്റ് കോട്ട് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ് ബോഗൻവില്ല അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ്സിലേക്കൊക്കെ കടക്കുന്നു. അതെ. കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിരുന്നു, വെൻ ഡെസ്റ്റിനി കംസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് അമൽ സാറിനൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ. അതെ. അപ്പോൾ കൂടെ കമ്പാനിയനും നിന്നുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന ഈ ഡ്രീം എന്ന് പറയുന്ന ഒരു ഫോൾസ് ബിലീഫ് തരുന്നൊരു സുഖമുണ്ടല്ലോ, ഇതെന്തെങ്കിലും നടക്കും. അത് അമൽനീരത്തിലേക്ക് എപ്പോഴും പറയുന്നുണ്ട്. അമൽനീരത്തിനുമായി സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അമൽനീരതായിരുന്നു ഒരു ഡ്രീം ഫിലിം മേക്കേഴ്സിൽ ഒരാൾ എന്നൊക്കെ, അല്ലെങ്കിൽ പ്രധാനി എന്നൊക്കെ ഇതായിരുന്നു അയാളിലേക്ക് മാത്രം അടുപ്പിച്ചത്. മാത്രമല്ല ഇപ്പം ഈ പറഞ്ഞ ക്രൈമിലൊക്കെ തന്നെയും ഇപ്പോൾ RIP-യിലേക്ക് വരുമ്പോൾ അത് കോസി മിസ്റ്ററി ആയിരിക്കുന്നത്. അതായത് ബ്ലഡ് ഷെഡ് മാക്സിമം കുറഞ്ഞു. പറഞ്ഞാൽ ബ്ലഡ് ഷെഡ് ഇല്ല എന്നല്ല, എന്നാലും അമൽനീരത്തിൻ്റെ ഒരു സ്വാഗോ ആക്ഷനും കുറവായിരിക്കുമല്ലോ നിങ്ങളുടെ എഴുത്തിൽ. എന്തിനാ അമൽനീരത്തിന് അത്ര ഇഷ്ടപ്പെട്ടത്? നമുക്ക് മറ്റ് ക്രൈം എടുക്കുന്ന ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നല്ലോ. അത് ബിഗ് ബി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അന്നേ വരെ കണ്ടിട്ടുള്ള കാഴ്ചകളെല്ലാം മാറ്റി മറിച്ചിട്ട് ബിഗ് ബി തന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മലയാളത്തിൽ ഇങ്ങനൊരു സാധനം പുള്ളിക്കാരൻ ചെയ്യുന്ന കട്ട്സ്, പുള്ളിക്കാരൻ്റെ ഫ്രെയിമിങ്, ആംഗിൾസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഫാനായി. സാഗർ ഇലിയസ് ജാക്കി ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്ന സംവിധാനമായിട്ട് മാറി. അപ്പോൾ ഞാൻ ഒരു കഥ ഇങ്ങനെ ആദ്യം 2010 ആദ്യം ആലോചിക്കുന്നത്. തിരക്കഥ എഴുതാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ തീരുമാനിക്കുമായിരുന്നു തിരക്കഥ എഴുതാനായിട്ട്. എഴുതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായ നമുക്ക് ഇത് സാധനം പറ്റിയ പണിയല്ലെന്ന്. പിന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ പഠിക്കും, തിരക്കഥ എങ്ങനെ പഠിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ തപ്പിയപ്പം തിരക്കഥയെക്കുറിച്ച് പുസ്തകങ്ങളുണ്ടെന്ന് മനസ്സിലായി. അന്ന് നമ്മുടെ ഇന്ത്യൻ ആമസോണിൽ ഈ സാധനം അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കനുണ്ട്, ജസ്ബിൻ. അപ്പോൾ അവനോട് നമ്മൾ ഇത് അമേരിക്കൻ ആമസോണിൽ കിടപ്പുണ്ട് ഈ സാധനം, ഈ പുസ്തകം എനിക്കിത് കൊണ്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നു. അങ്ങനെയാണ് ഞാൻ സിഡ് ഫീൽഡ് പഠിക്കുന്നത്, ബ്ലേക്ക് സ്നൈഡറിനെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം പഠിക്കുന്നത് അങ്ങനെയാണ്. ജോൺ ട്രൂബിയൊക്കെ ഞാൻ വായിക്കുന്നതൊക്കെ അങ്ങനെയാണ് തിരക്കഥ എന്താണ് തിരക്കഥ എന്ന് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ എഴുതിയൊരു ഫസ്റ്റ് തിരക്കഥ പൂർത്തിയായി 2012. അപ്പോൾ അതൊരു ഹൈ റേഞ്ചിൽ നടക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു മാൻ, അത് മമ്മൂക്ക ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് പേരിട്ട സൈലൻസ് എന്നായിരുന്നു ആ പേരിൽ. പക്ഷേ വേറെ സിനിമ ഇറങ്ങി, വേറെ കഥയാണ്, ഇതോട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അത് ഹൈ റേഞ്ചിലാണ് നടക്കുന്നത്. ഒരു മിസ്റ്റീരിയസ് മാൻ ഹൈ റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേന് എൻ്റെ മനസ്സിൽ വരുന്നത് മുഴുവൻ അമൽനീരദ് ഫ്രെയിംസാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ അമൽ സാറിൻ്റെ അടുത്ത് എത്തിക്കുമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചത്. പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല, അതങ്ങനെ ഇരുന്നിരുന്ന് പോകുമായിരുന്നു ആ സാധനം. അന്നോട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സിനിമ അമൽനീരദുമായിട്ട് ചെയ്യണം, മമ്മൂക്കയായിട്ട് ചെയ്യണം. ഈ 2 ആഗ്രഹങ്ങളാണ് എനിക്ക് സിനിമയിലുള്ളത്. അതിൽ ഒരെണ്ണം പൂർത്തീകരിച്ചു. അങ്ങനെയാണ് അമൽനീരദിലേക്ക് വരുന്നത്. മമ്മൂക്കയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബിഗ് ബിയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതായത് ഒരു സമയത്ത് ഭയങ്കര ഗാങ്സ്റ്ററായി ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ സമാധാനപ്രിയനായിട്ട് വന്നിരിക്കുകയാണ്.
അയാൾക്ക് വലിയൊരു ഭൂതകാലാവകാശപ്പെടാനുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അത് മൊത്തമായി നമ്മൾ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാവരും ഒരു ഫാമിലി മൂഡിലേക്ക് പോയൊരു സമയത്താണ് ബിലാൽ ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് പറയുന്നത്. അത് സാധാരണഗതിയിലത്തെ ഒരു മലയാള സിനിമയാണെങ്കിൽ രണ്ടുപേരും നിന്നുകൊണ്ടാണ് പറയുക. അപ്പോൾ ആ ഡയലോഗ് പറയുന്നത് 3 പടിക്കെട്ട് ഇറങ്ങി, അതായത് ഓൾറെഡി അയാളുടെ ജേണി ആരംഭിച്ചിരിക്കുന്നു ബിഗ് ബിയിൽ. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് കോളനി ആയാലും എവിടെ നിന്നാണെങ്കിലും ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും അവനെ പൊക്കിയിരിക്കുന്നു പറയുന്നത്. അതിന് ഇപ്പോൾ പണ്ടാണെങ്കിൽ അവിടെ ഒരു അച്ചടി ഭാഷയിലുള്ള ഒരു മലയാളം പഞ്ച് ഡയലോഗ് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇത് കറക്റ്റ് കൊച്ചി സ്ലാങ്. അയാൾ എത്രത്തോളം ശക്തനാണ്, അയാൾക്ക് എത്ര ക്രൂരത അറ്റം വരെ പോകാൻ പറ്റുന്ന അതിൽ കറക്റ്റായിട്ട് ബിഗ് ബിയിൽ ഏറ്റവും ഇഷ്ടമായ അങ്ങനെ ഒരു പ്ലോട്ട് പോയിന്റ് പറയാൻ പറ്റുമോ? ബിഗ് ബിൽ എനിക്ക് ഇഷ്ടമായ പ്ലോട്ട് പോയിന്റ് ഇതാണ്. മമ്മൂക്കയെ കാണുമ്പോഴത്തേന് മേരി ടീച്ചർ ജനലടയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മഴയത്ത്, അവിടെ നിന്നാണ് ആ ജേർണി, ബിലാലിൻ്റെ ഒരു വേറൊരു ജേർണി ആരംഭിക്കുന്ന അവിടെയാണ്. എനിക്ക് അതിലാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അവിടെ, അതെന്തായിരിക്കാം എന്നുള്ള കാര്യം ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. സിനിമയിൽ പറയാതെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അവിടേക്കാണ് ഞാൻ ഹുക്കാവുന്നത്. ഇപ്പം എഴുത്തിലേക്ക് വരുമ്പോഴേ ഇപ്പം ബാക്കിയുള്ള മിസ്റ്ററി എഴുതുന്ന ആളുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം വായിക്കുമ്പോഴൊക്കെ ഇപ്പോൾ അയാൾ നടക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു കരിങ്കല്ല് കാണുന്നു, കരിങ്കല്ലിൻ്റെ അഗ്രഭാഗത്ത് ഒരു തുള്ളി രക്തമുണ്ട്. അതായത് ഞാൻ പറയുന്നത് കാണണം എന്നുള്ള ഒരു വാശിയുള്ള പോലെയാണ് അവർ എഴുതാറ്. എന്നാൽ നിങ്ങൾക്കൊരു മിഡ് പാത്തുള്ള പോലെ തോന്നിയിട്ടുണ്ട് സാറിന്? അതായത് ആക്ച്വലി ഒരു പിക്ചർ തരേണ്ടതിനൊക്കെ നല്ല പിക്ചർ തരുന്നുണ്ട്. ഇപ്പോൾ ഹൈഡ്രാഞ്ചി പൂക്കൾ കൊണ്ട് മൊത്തമായി അലങ്കരിച്ച് കൊലപാതകത്തിന് ഒരു ആഘോഷം പോലെ നോക്കുന്ന ഒരു കൊലപാതകി, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അയാൾക്ക് എന്തുകൊണ്ട് ഹൈഡ്രാഞ്ചി പൂക്കളോട് ഇഷ്ടം വരുന്ന ആ വിഷ്വൽ എന്തായിരുന്നു, അയാളുടെ അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ്രാഞ്ചിയിൽ പറയുന്നുണ്ട്. അവിടെ മാത്രമേ നല്ല വിഷ്വലി അത് പറയുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചിന്തിച്ചോളണം. അങ്ങനത്തെ ഒരു രീതി അവലംബിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? നമ്മൾ കഥകൾ കാണുമ്പോഴും കഥകൾ വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് സ്പൂൺ ഫീഡിങ് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തുകാരൻ എഴുതി തുടങ്ങണം, പക്ഷേ പൂർത്തിയാകുന്നത് കാഴ്ചക്കാരൻ്റെ മനസ്സിലാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ നോവൽസ് എടുത്ത് വായിച്ച് നോക്കിയാലും ചില കാര്യങ്ങൾ ഞാൻ പൂരിപ്പിക്കാതെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കഥ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ വേണം. എനിക്ക് സ്പൂൺ ഫീഡിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, അതൊക്കെ പഴയ സാധനങ്ങളാണ്. പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളാണ് പൂർത്തീകരിക്കേണ്ട കഥ. അങ്ങനെ ഓർത്ത് തന്നെ എഴുതിയേക്കുന്ന സാധനങ്ങളാണത്. അതുകൊണ്ടായിരിക്കും പിന്നീട് വായനക്കാർ നിർദ്ദേശിച്ച 2 ക്ലൈമാക്സ് കൂടി റൂത്തിന്റെ ലോകത്തിൽ എഴുതി ചേർത്തത്. അതൊരു മാർക്കറ്റിംഗ് ആണ്, പുസ്തകം കൊണ്ട് വിറ്റുപോകാൻ ചെയ്ത പരിപാടി. അതിനുവേണ്ടി ചെയ്ത സമയം അത് രസമായി. അമൽ നീരത്ത് എന്നുള്ള മേക്കർ അദ്ദേഹം പറയുന്ന ചില കീവേഡുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വലിയ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വരി മറുപടികളൊക്കെ ഉണ്ട്. അത് രസമാണ് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ബിഗ് ബിയുടെ ഒക്കെ മാഷപ്പുകൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് തന്തയ്ക്ക് പിറന്നവന്മാരുടെ കഥ പറഞ്ഞിരുന്ന മലയാള സിനിമയിൽ കുറച്ച് അമ്മയ്ക്ക് പിറന്നവന്മാരുടെ കഥ പറയാം എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു ഏരിയ എന്തിനാണ് മഴ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 10 മാസവും മഴയാണ്. എൻ്റെ സിനിമയിൽ ഒരു 3-4 സീനിൽ മഴ പെയ്താൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര കുഴപ്പമെന്ന് ചോദിക്കുന്നത് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, കുറുകിയ സംസാരങ്ങളാക്കുന്നത്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലാതെയും ഒരുപാട് ഡിസ്കഷനുകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ 1-2 വർഷ കാലയളവിൽ. അമൽ നീരത്തിനുള്ള മേക്കർ, അയാൾ എന്നുള്ളൊരു വിഷണറി, ഓർത്തിരിക്കുന്ന എന്തെങ്കിലും സംഭാഷണങ്ങളുണ്ടോ നമ്മളോട് ഇപ്പോൾ പറയാൻ പറ്റുന്ന? സംഭാഷണങ്ങളല്ല, ഞാൻ 2020 ഫെബ്രുവരി 29 അമൽ സാർ എന്നെ വിളിക്കുന്നത്. 12-19 നമ്മൾ കൊതിച്ചിരുന്ന സാധനമല്ലേ, MG യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് വെച്ച് അന്നേരമാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു അമൽ സാർ എന്ന് ഞാൻ വിളിച്ചു. ഉടനെ സാർ ഞെട്ടി എന്നോട് ചോദിച്ചു. അപ്പോൾ സാറ് ഹലോ വീണ്ടും വെച്ചു. അപ്പോൾ ഞാൻ വീണ്ടും അമൽ സാർ അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്. എന്നോട് കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പിന്നെ എങ്ങനെ ഫോൺ നമ്പർ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാറിനോട് ഒരു കഥ പറയണമെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങനെ സേവ് കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ 2020 തൊട്ട് സിനിമ തുടങ്ങുന്ന വരെ 3 വർഷം ഞാൻ എല്ലാ മാസവും അമൽ സാറിനെ കാണാൻ വരുന്നുണ്ട്. ഞാൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു. സാറിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, കുട്ടിക്കാലം എങ്ങനെയാണ്, ടീനേജ് എങ്ങനെയാണ്, സിനിമയോട് എങ്ങനെ ഇഷ്ടം വന്നേ. അപ്പോൾ സാറ് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയതും സിനിമയ്ക്ക് പോകുമ്പോഴത്തേന് അച്ഛൻ വഴക്ക് പറയുന്നതും പരീക്ഷയുടെ തലേദിവസം പോയി സിനിമ കാണുന്നത് അച്ഛൻ തിയേറ്ററിൻ്റെ വെളിയിൽ വെച്ച് കണ്ടുപിടിക്കുന്നതും ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമൽ സാറിനെ പഠിക്കുമായിരുന്നു. അമൽ സാറിനെ പറഞ്ഞ സിനിമാക്കാരനെ പഠിക്കുമായിരുന്നു, മനുഷ്യനെ പഠിക്കുമായിരുന്നു. ഡയലോഗ്സ് ആയിട്ട് എനിക്ക് അങ്ങനെ ഓർത്ത് പറയാനുണ്ട്. സാറ് എന്നെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുക ചെയ്തത്. നമ്മൾ കാണേണ്ട വിഷ്വൽസ്, സിനിമകൾ അങ്ങനെയൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞോട് ഞാൻ വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. സാറ് പറഞ്ഞു ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ സാറിന് കരച്ചിൽ വന്നെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് ആ സിനിമയുടെ കഥ ഓർത്തിട്ടല്ല, സാറിന് എന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിട്ട് കരഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിക്ടോറിയ ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിൻ്റെ വിഷൻ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അമൽ സാർ എന്ന് പറഞ്ഞൊരു മനുഷ്യനെയും ഫിലിം മേക്കറിനെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം പണ്ടത്തെ
സെനിത് ക്യാമറയിൽ എടുത്ത ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നോ? ഇല്ല ഇല്ല. അതേപോലെ ഫേമസ് ആയിട്ടുള്ള, അതായത് അന്നാലത്തെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വളരെ ഫേമസ് ആയിട്ടൊരു കല്യാണ ഫോട്ടോഗ്രാഫർ ആയിരുന്നു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾക്കുള്ള ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടല്ലോ, ഉപയോഗിക്കുന്ന ഒരു കപ്പായാലും ഇപ്പൊ ബോഗൺവില്ലയിലാണെങ്കിൽ പോലും ഒരു ഡയറി ഉണ്ട്, ആ ഡയറിക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിംഗ്, ഇരിക്കുന്ന ചെയറുകള്, കോസ്റ്റ്യൂംസ്, അതിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ലോകം കാണുന്നതിന്റെ ഒരു സുഖമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിഷ്വലുകൾക്ക്. എത്രമാത്രം വർക്ക് പോകുന്നുണ്ട്, എത്രമാത്രം തോട്ട് പോകുന്നുണ്ട് ഓരോ ചെറിയ ഡീറ്റെയിലിങ്ങിനും അദ്ദേഹത്തിന്റെ? ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അതായത് ഒരു സീനിൽ എന്തൊക്കെയാണ് വേണ്ടത്, ആ സീൻ പറയുന്ന ഇമോഷൻ എന്താണ്, അത് ആൾക്കാരിലേക്ക് എങ്ങനെ വരണം, ഏത് ഷോട്ട് സെലക്ട് ചെയ്യണം, പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂംസ്, ഇതെല്ലാം ഡയറക്ടർ തീരുമാനിക്കണം. നമ്മൾ പണ്ട് തൊട്ട് കണ്ടിട്ടുള്ള ഇഷ്ടമുള്ള വേഷം ഇട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഇഷ്ടമുള്ള കട്ടൻ, നമ്മുടെ കണ്ണടിച്ച് പോകുന്ന കട്ടൻസൊക്കെ നമ്മൾ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മൂഡിന് പറ്റിയ കളർ എന്താ, ഓരോ കടന്നും ഓരോ ഇതുണ്ടല്ലോ, അതെല്ലാം ഫിക്സ് ചെയ്യുന്നത് സാറ് തന്നെയാണ്. അപ്പോൾ സാറിന് കറക്റ്റ് ഐഡിയ ഉണ്ട് എന്താണ് ചെയ്യുന്നുള്ളത്. അതാണ് നമുക്ക് വിഷ്വലി നമ്മൾ കൂടുതൽ നമുക്ക് അതിൻ്റെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. മമ്മൂക്ക എന്നുള്ള നടന് സ്വതസിദ്ധമായിട്ടൊരു കുറ്റാന്വേഷണന്റെ ശരീരഭാഷയുണ്ട്. ഒരു പ്ലെയിൻ ഷർട്ടും ജീൻസും ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ലുക്കും കൂടി കൊടുത്താൽ അത് നാച്ചുറലി വരും. അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം മോഗൻ ഫ്രീമാൻ ഒക്കെ ഉണ്ട് ആ സാധനം, എന്തോ ഒരു സാധനം ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ട് ആൾക്ക്. അദ്ദേഹത്തെ ആലോചിച്ചുകൊണ്ട് കഥ എഴുതുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് എത്രമാത്രം അനുഭവിച്ചിരുന്നു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആ സമയത്തൊക്കെ? ആ സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് വെച്ച സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ കൂടെവിടെയാണെന്ന് തോന്നുന്നു, തിയേറ്ററിൽ. തിയേറ്ററിൽ കൂടെവിടെ കണ്ടു ഓർക്കുന്നുണ്ട്. കോട്ടയത്ത് ഞാൻ അടിയൊഴുക്കുകളും കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പം എൻ്റെ മമ്മി ഒരു മമ്മൂട്ടി ഫാനാണ്. അപ്പം മമ്മി കാണുന്ന സിനിമയെല്ലാം അതാണ്. അപ്പം എൻ്റെ മനസ്സിൽ കൂടുതലും മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സായിട്ടും അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി മാറി, മമ്മൂട്ടി ഫാനായിട്ട് മാറി. അപ്പോൾ എനിക്ക് മമ്മൂക്ക വെച്ച് സിനിമ ചെയ്യണമെന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ആലോചിച്ചപ്പോൾ തന്നെ ഒരു ഹൈ റേഞ്ചിൽ വരുന്ന മിസ്റ്റീരിയസ് മാൻ ആരായിരിക്കും, ഒരു ജീപ്പിൽ ഒരു തുറന്ന ജീപ്പിൽ വരുന്ന ആരായിരിക്കും, മഞ്ഞ് മിസ്റ്റിനകത്തൂടെ വരുന്ന ആളായിരിക്കും, എനിക്ക് മമ്മൂക്കയുടെ ഫേസാണ് വന്നത്. അങ്ങനെയാണ് ഈ സാധനം ഞാൻ എഴുതുന്നത്. ഇപ്പോഴും മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ച 3 കഥകൾ എൻ്റെ ഇരിപ്പുണ്ട്. മമ്മൂക്ക എന്തെങ്കിലും വിളിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇരിക്കുക. അല്ല, നമുക്കെന്നുള്ള കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പൊതുവിൽ സിനിമാക്കാർ പറയുന്ന ഒരു കാര്യം, ഒരാളുടെ കയ്യിലൊരു കഥയുണ്ട്, അപ്പോൾ അയാളെ തേടിപ്പിടിച്ച് അയാളെ വിളിച്ചിരുത്തി കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹം തിരക്കഥ എഴുതിപ്പിക്കും എന്നുള്ളതാണ്. ആഗ്രഹത്തിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പേടിയാണ്, എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ഇത്രയും വലിയൊരു ആക്ടറിനെ ഞാൻ പറഞ്ഞ തുടക്കക്കാരനെ വിളിക്കാൻ എനിക്ക് അത്ര, ഞാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത എഴുത്തുകാരനാണ്. എനിക്ക് എൻ്റെ എഴുത്തുകൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ബാക്കിയുള്ള ആൾക്കാർ പറയും ഓ ആണോ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അവിടെ ഞാൻ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം പോയിട്ട് കഥ ഇഷ്ടപ്പെട്ടില്ല, ആ ചാൻസ് പോയി, പിന്നെയും പോകാൻ പറ്റത്തില്ല. പക്ഷെ സാറ് വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, വീണ്ടും എനിക്ക് ഒന്നുകൂടെ വിളിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അത് ഓർത്തിട്ടാണ്. ഏതെങ്കിലും പോയിന്റിൽ ഇപ്പോൾ ബോഗൺവില്ല അല്ലാത്തൊരു കഥയിൽ ഇപ്പം അമൽനീരതും മമ്മൂക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കറിയാം. ഏതെങ്കിലും അമൽനീർ സംവിധാനം ചെയ്യുന്ന ലാജു എഴുതുന്ന മമ്മൂക്ക നായകനാവുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു വെറുതെയെങ്കിലും ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് പുറത്ത് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാർ ഇഷ്ടപ്പെട്ട 4 കഥകളുണ്ട് എൻ്റെ. അത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ 4 കഥകൾ. നമുക്ക് പല വിധത്തിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫാൻ ബോയ് ആയിട്ട് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സൗകുമാര്യത്തെ വളരെ രസമായിട്ട് ഉപയോഗിക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള മറ്റ് ചില ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാഭിനയത്തെ പുറത്തെടുത്ത ഇപ്പോൾ ലിജി ജോസ് പല്ലിശ്ശേരിയെ പോലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ജിയോ ബേബി കാതലിൽ ചെയ്തത് പോലെയുണ്ട്. എന്ത് വശമാണ് ലാജോന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു? ഞാൻ ആദ്യം ആലോചിച്ച കഥ അത്, പക്ഷേ പറഞ്ഞാൽ ആ കഥയുടെ ഇത് പോകും. മമ്മൂക്ക ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ സൂക്ഷ്മാഭിനയം മാത്രമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ബേസ് ചെയ്ത സാധനമാണ്. എനിക്ക് കൂടുതലായിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം അത് ആലോചിച്ച് വേറെ ആൾക്കാരും കഥ എഴുതിയാൽ പിന്നെ നമുക്ക് പണി പാടും. അതുകൊണ്ട് ആ ക്യാരക്ടറെ കുറിച്ച് പറയുന്നില്ല. അത് അങ്ങനെയാണ്. എനിക്ക് ഡീറ്റെയിൽഡ് അഭിനയമാണ് എനിക്ക് മമ്മൂക്കയുടെ ഇഷ്ടം. മമ്മൂക്കയുടെ ചില നോട്ടം, പ്രത്യേകിച്ച് പുഴുവിനകത്തൊക്കെ ചില നോട്ടങ്ങൾ ഇടുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ആക്ടറിൻ്റെ അങ്ങനെയാണ്. നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ പ്രതി പൂവൻകോഴി, അതിനകത്ത് നമ്മുടെ ഗ്രേസാണ് ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്തയെ വെച്ച്. അതിലാണ് നമുക്ക് ഒരു നോട്ടത്തിൽ നമുക്ക് ഈ ആക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഡെപ്ത്. അതെ അതെ, എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. എനിക്ക് മൈക്രോ എക്സ്പ്രഷൻസിൽ കൂടെ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇപ്പം മറ്റൊരു കാര്യം എനിക്ക് ഭയങ്കര കോൺട്രഡിക്റ്ററി ആയിട്ട് തോന്നിയത് സർ, ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ എഴുത്തിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെയൊക്കെയാണ് പറയുന്നത്.
പക്ഷെ അപ്പുറത്ത് തന്നെ നിങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ പ്രിയായസിൻ്റെ എനിക്ക് ഒട്ടും വയ്യാതാവുമ്പോഴും എൻ്റെ അക്ഷരങ്ങളിലേക്ക് അച്ചടി മഷി പകരുന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ലല്ലോ. എന്നെ പ്രചോദിപ്പിച്ച അതല്ല, എന്നെ പ്രിയേഴ്സ് പറഞ്ഞ ഇതാണ്, നമ്മൾ വാശി പിടിച്ചാൽ നമുക്കൊരു കഴിവ് കിട്ടുമെന്ന് പറഞ്ഞ കോട്ടാണ് എന്നെ പ്രചോദിപ്പിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ എഴുത്തെന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ഇല്ലായിരുന്നൊരു സാധനമാണ്. ഞാൻ സ്കൂളിൽ വെച്ച് എഴുതാറില്ല, ഞാൻ പടം വരയ്ക്കുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. കോളേജിൽ അങ്ങനെ കഥ കവിത അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. ഞാൻ ആദ്യമായിട്ട് എഴുതുന്നതാണ് തിരക്കഥയാണ്. അപ്പോൾ ഞാൻ വാശി പിടിച്ചുണ്ടാക്കിയെടുത്ത കഴിവ്, എനിക്ക് വേണമായിരുന്നു ഈ കഴിവ്, തിരക്കഥാകൃത്ത് ആവണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ആ കോട്ട തന്നെയാണ് എന്നെ ആകർഷിച്ചത്. ഈ വാശി പിടിക്കുമ്പോഴേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും ആ സർക്കിൾ. എന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുത്തു നമുക്ക് കാണിച്ചു കൊടുത്താൽ അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും നമ്മുടെ ചുറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ നമുക്കത് കാണിക്കണം. ഈ എഴുത്തിന് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലെവൽ ഓക്കെയാണ്, നീ ഇതൊക്കെയാണ് ശരിയാക്കേണ്ടത്, എവിടുന്ന വാലിഡേഷനും ജഡ്ജ്മെൻ്റ് ഒക്കെ എടുത്തിരുന്നത്? ഫസ്റ്റ് വാലിഡേഷൻ എൻ്റെ തന്നെയാണ്. ഞാൻ ഭയങ്കര ക്രിട്ടിക്കാണ് എൻ്റെ. ഓക്കെ. ഞാൻ വായിച്ചിട്ട് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ കളയും, ആ സാധനം കളയും. ഒന്നാമത്തെ കാര്യം, സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന സാധനം ഉണ്ടല്ലോ. എല്ലാ സ്റ്റോറിക്കും ഒരു ഫോർമാറ്റുണ്ട്. നമ്മൾ ആ ഫോർമാറ്റിൽ ആ സ്ട്രക്ചറിൽ കൂടെ കടന്നു പോയാൽ നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഇമോഷൻസ്, ആ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് കടന്നു പോകുന്ന ഇമോഷൻസാണ് നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെ അത് ബെസ്റ്റ് കഥയാണ്. ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് ഏറ്റവും മോശം കഥയായിട്ട് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഈ സാധനം എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഞാൻ അവൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അവളുടെ ഒപ്പീനിയനാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ശാലിനി എന്ന് പറഞ്ഞുകൊണ്ട്, അവളെയും വായിപ്പിക്കും. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദി ബെസ്റ്റ് കഥയാണ്. ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് എക്സിറ്റ് ആയി, പിന്നെ എനിക്ക് ആ കഥ എനിക്ക് ഇഷ്ടമാവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കത്. അപ്പോൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇരിക്കും, 100% നമ്മൾ കൊടുക്കും. കോൺസെൻട്രേഷൻ, നമ്മൾ ഹാർഡ് വർക്ക്, റിസർച്ച് എല്ലാം കൊടുക്കും. അതിനെക്കുറിച്ച് പഠിക്കുന്നതെല്ലാം നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾ ജനറൽ നോളജ് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ എൻ്റെ കഥയിലെ ഒരു സന്ദർഭം ചോദിച്ചാൽ അതിൻ്റെ ഫുൾ റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ആ സമയത്ത്. അതാണ് ഞാൻ എനിക്ക് അന്നേരം ഭയങ്കര കോൺഫിഡൻസ്. പക്ഷേ എഴുതി പൂർത്തിയാക്കി ഫൈനൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് പോയി. എനിക്കറിയത്തില്ല ഈ കഥ കൊള്ളാവോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനായ ഒരു അറ്റാച്ച്മെന്റ് പോലെ ആയിരിക്കാം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3-4 കാര്യങ്ങളാണ്. ഒന്ന്, റീത്തുവിനെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു പേരിലേക്ക് മാറ്റിയത്? റൊണാൾഡിനെ എന്തിനാണ് മാറ്റി റോയ്സ് ആക്കിയത്? എന്തിനാ പേര് മാറ്റം കൊണ്ട് എന്താ മാറിയത്? എന്തായിരുന്നു? പുസ്തകം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഓക്കെ. കാരണം പുസ്തകം ഒരു സ്പോയിലറാണ്. പുസ്തകം വായിക്കാത്ത ആൾക്കാർ ഈ സാധനം കാണുമ്പോഴത്തേനും, റൂത്തെന്നും റൊണാൾഡെന്നും കാണുമ്പോഴത്തേന് പുസ്തകം വായിച്ച ആൾക്കാർ എന്താ പറയുക, ഇത് റൂത്തിൻ്റെ ലോകം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയും. ഓക്കെ. അപ്പോൾ കുറച്ച് കാഴ്ചക്കാർ എന്ത് ചെയ്യും, ഈ പുസ്തകം പോയി വാങ്ങിക്കും. പുസ്തകം പോയി വാങ്ങിച്ചിട്ട് കഥ മനസ്സിലാവും. അവരുടെ ഒരു സിനിമ എക്സ്പീരിയൻസ് സ്പോയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്. ഞങ്ങൾ ചെയ്തതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ എസ്തർ ഇമ്മാനുവൽ ഉണ്ടല്ലോ, എസ്തർ ഇമ്മാനുവൽ ഇനിയും യാത്ര തുടരാനുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. റൂത്തിൻ്റെ ലോകം ശരിക്കും അവരുടെ പുസ്തകപ്രകാരം അത് 3ാമത്തെ പുസ്തകമാണല്ലോ. അപ്പോൾ ഇനി ശരിക്കും ബോഗൻവില്ലയ്ക്ക് അപ്പോൾ ഇനി തുടർച്ച, അതായത് സിനിമാ പതിപ്പുകളായിട്ട് തന്നെ തുടർച്ചയ്ക്കുള്ള സാധ്യതകളില്ലേ? അപ്പോൾ ബോഗൻവില്ലയുടെ ഇനിയുള്ള ഭാഗങ്ങൾക്ക് സിനിമയാവാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അമൽ സാറാണ് പറയേണ്ടത്. എനിക്കിപ്പോൾ ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാര്യം, എനിക്കതങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ പോയിന്റിൽ ഈ പുസ്തകത്തെ ഞാൻ മറന്നിരിക്കണു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരു ആധാർ കാർഡ് കാണിക്കുന്നൊരു സീക്വൻസ് ഉണ്ട് പടത്തിൽ. അപ്പോൾ അതിൽ കെയിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് എസ്തർ ഇമ്മാനുവലിൽ. അത് കോട്ടയം ആവാം, വേണമെങ്കിൽ കേരളം ആവാം. കോട്ടയം ആണെങ്കിലേ ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളൂ. കാരണം ഹൈഡ്രാഞ്ചി ആയാലും മറ്റ് കോഫി ഹൗസ് ആയാലും കോട്ടയത്ത് നടക്കുന്ന കഥയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതിന് തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട്. നമ്മൾ സാർ അത് തീരുമാനിക്കണം. എനിക്കറിയത്തില്ല, ചെയ്യത്തില്ല. എത്ര റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്? അപ്പോൾ എത്ര തിരക്കഥകളുടെ എത്ര പുസ്തകങ്ങളുടെ റൈറ്റ്സ് വാങ്ങിച്ചു അമൽ സാർ? റൈറ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. സംസാരത്തിൽ പുസ്തകമായിട്ടുള്ളതുണ്ട്, പുസ്തകം അല്ലാത്ത കഥകളുണ്ട്. ഞാൻ പറഞ്ഞ കഥയെല്ലാം അമൽ സാറിന് ഇഷ്ടമാവുന്നുണ്ട്. എനിക്ക് അതെൻ്റെ ഭാഗ്യമാണ്. ഞാൻ എന്ത് കഥ പറഞ്ഞാലും സാറിന് ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പോൾ പൊതുവിലെ ഇപ്പോൾ ചില എഴുത്തുകാർക്ക് അവരുടെ എഴുത്തിനെ തന്നെ ഒരു സിനിമ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ ഇമാജറിയായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ഇപ്പം ചേതമ്പതിൻ്റെയൊക്കെ പുസ്തകം നമുക്ക് നേരിട്ട് കൊണ്ടുപോയിട്ട് സിനിമയാക്കാം. റെവല്യൂഷൻ 20 പക്ക അങ്ങനെ തന്നെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. സിനിമയുടെ സീൻ ബൈ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതുന്ന ഒരു മാതൃക ഇല്ല നിങ്ങൾക്ക്? അതെന്താണെന്നറിയോ? അത് ബേസ് തോട്ട് ഇതിൻ്റെ കഥയാണല്ലോ. നോവലാണ് എടുക്കുന്നതെങ്കിൽ
ഞാൻ ആ കഥനെ നോവൽ ഫോർമാറ്റിട്ട് ഞാൻ മാറ്റുക ചെയ്യുന്നത്. ഓക്കെ. നോവൽ എനിക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. നോവൽ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ഇന്നർ ജേണിയാണ് നമ്മൾ പറയുന്നത്. സിനിമ പക്ഷേ നമുക്ക് ഇന്നർ ജേണി പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നർ ജേണിയുടെ എക്സ്റ്റേണൽ ജേണിയാണ് നമ്മൾ പറയുക സിനിമയിലോട്ട് വരുമ്പോഴത്തേന്. അപ്പം സിനിമ പോലെ നോവൽ എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി നോവലിൻ്റെ ഫോർമാറ്റ് വരെ ടെക്സ്റ്റിൽ കൂടെ നമുക്ക് ഇമേജസ് തരികയും ഒരു ക്യാരക്ടറിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നതാണ് ശരിക്കും നോവൽ എന്ന് പറയുന്നത്. ഓക്കെ. സിനിമയിൽ നമുക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വിഷ്വൽസ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പം സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസിക്കലി ഇതെല്ലാം തിരക്കഥയാക്കാൻ വേണ്ടി വെച്ചിരുന്ന കഥകളാണ് എൻ്റെ എല്ലാം. അതിനാണ് ഞാൻ പിടിച്ച് നോവൽ ഫോർമാറ്റിലേക്ക് ആക്കിയത്. പക്ഷെ അന്നൊരു പ്രശ്നം വന്ന് എനിക്ക് നോവൽ എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ പഠിച്ചു നോവൽ എഴുതാനായിട്ട്. ഇതെല്ലാം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ബൊഗൈൻവില്ല ഉയർന്നിട്ടുള്ള 1-2 വിമർശനങ്ങൾ കൂടി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഫഹദ് ഫാസിൽ എന്നുള്ള ഒരു വലിയ ആക്ടറിന് അയാൾക്ക് ചെയ്യാൻ മാത്രം ബൃഹത്തായ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അയാളുടെ സ്ക്രീൻ പ്രസൻസ് ആ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി മാത്രം കഥാപരമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ പറഞ്ഞ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ശാസ്ത്രീകരണ മെസ്സേജ് കൊടുക്കുന്ന ഒരു കാര്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇവനൊക്കെ ഇത്രയുള്ളടാ എന്നുള്ള ഡയലോഗ് ഉൾപ്പെടെ അതും ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്ന എന്നുള്ളൊരു അഭിപ്രായം ഉണരുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, കോ റൈറ്റർ എന്നുള്ള രീതിയിൽ ഇത് ഈ 2 വിമർശനങ്ങളെയും എങ്ങനെയാണ് വിശദീകരിക്കുക? ആദ്യം ഉണ്ടായത് ഡേവിഡ് കോശി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഡേവിഡ് കോശി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫഹദ് ചെയ്യുകയില്ലെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അമൽ സാറാണ് പറയുന്നത് നമുക്കിത് ഫഹദിനെ വെച്ചാലോ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞത് ഇത് നല്ലതാണെന്ന് പറയും. ഫഹദ് എന്ന് പറഞ്ഞൊരു ആക്ടർ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ, കാരണം നമുക്കൊരോ കാഴ്ചകളുണ്ട്. ഫഹദ് ഫാസിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് ഞാനും അമൽ സാർ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു റൂമിൽ ഒരാണും 3 പെണ്ണുങ്ങളും ഉണ്ട്. ആ ആണിനെ തോൽപ്പിക്കണമെങ്കിൽ ആ 3 പെണ്ണുങ്ങൾ എന്താ നാച്ചുറലി ചെയ്യുക? അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ വെളിയിൽ നിന്ന് വേറൊരു ആണൊരുത്തം വന്നിട്ട് ഇവനെ അടിച്ചു വിടണം എന്ന് പറയുന്നത് നമ്മുടെ പാട്രിയാർക്കൽ ചിന്തയുടെ ഭാഗമാണ്. നമുക്ക് എപ്പോഴും അതാണ് നമ്മൾ കണ്ട് ശീലിച്ച കാര്യങ്ങൾ. അതാണ്. അല്ല അതിനകത്ത് ഇത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടൊരു സാധനമല്ല. ആ സിറ്റുവേഷനിൽ ആ റൂമിൽ ഈ 4 ക്യാരക്ടേഴ്സ് വന്നാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഉണ്ടായ സംഭവമാണത്. നമ്മളൊന്നും ഫോഴ്സ്ഫുള്ളി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് കാണുന്നവരുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇതൊരു ആർട്ട് ഫോം ആകുമ്പം അവർക്ക് എങ്ങനെ വേണം എടുക്കാമല്ലോ. നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അത് ഫോഴ്സ്ഡ് ആണെന്ന് തോന്നിയായിരിക്കാം. എനിക്കത് പറയാൻ പറ്റില്ല. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഈ ആളുകൾ പറയുന്നൊരു കാര്യം, കൊറിയൻ സിനിമകളായിട്ടില്ലേ, ഫോർഗോട്ടൺ ഒക്കെ പോലെ ഉള്ള ഈ വേൾഡ് ബിൽഡിംഗ് സിനിമകളുണ്ടല്ലോ, ഫേക്ക് വേൾഡ് ബിൽഡിംഗ് സിനിമകൾ, ഫോർഗോട്ടൺ അല്ലെങ്കിൽ ഐ സോ ദ ഡെവിലിനൊക്കെ ഉള്ള പോലത്തെ കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ള ഇതും ആളുകൾ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ വേൾഡ് സിനിമയ്ക്ക് എക്സ്പോഷർ ഉള്ള ഒരു ഓഡിയൻസിന് മുമ്പിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത്. രാജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീൻ തൊട്ട് അടുത്ത സീൻ വരെ ഈ നോവലിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലോ ഈ മിസ്റ്ററി ഇങ്ങനെ പോകുന്നത്. പക്ഷേ സിനിമയ്ക്ക് വരുമ്പോൾ അതിൻ്റെ പേസിങ് കുറച്ച് സ്ലോ ബേണർ പോലെ പതുക്കെ 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 പതുക്കെ. പക്ഷേ ഒരു ഡീറ്റെയിലിനും കാരണം ഉണ്ട്, നമുക്ക് സെക്കൻഡ് ഹാഫിലും ഒക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്നതിന് പോലും കൃത്യമായ കാരണങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്രയും സ്ലോ ആയാൽ ഇത് ശരിയാവുമോ, അല്ലെങ്കിൽ അമൽനീരദ് സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് അത് കിട്ടുമോ, അങ്ങനത്തെ സംശയങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ ഒരു ചിന്തയുണ്ട്. അമൽനീരദ് ഫിലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ എടുത്ത് വെക്കുന്നൊരു കണ്ണടയാണ്. അപ്പോൾ അമൽനീരദ് സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടിനകത്ത് ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അമൽനീരദ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമടുത്ത കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് വേറൊരു സാധനം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിനകത്തേക്ക്. ഈ പറഞ്ഞ ആക്ഷൻ വേണം മറ്റ് ഇതൊക്കെ എന്നുള്ളത് പറയുന്നുണ്ട്. ഈ പേസ് എന്താ നിന്ന് തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ കൊറിയൻ സിനിമ കാണാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഇൻ്റർനാഷണൽ സിനിമ കാണാത്ത ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാർ, ഫിലിമിനോട് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇവരിതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഈ പേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാം. ഇതിൻ്റെയും കൂടെ കുറച്ചുകൂടെ പേസ് കൂട്ടുവാണെങ്കിൽ ഇതൊന്നും എക്സ്പോഷർ കിട്ടാത്ത കാഴ്ചക്കാർക്ക് ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. ശരിയാണ്. അതുകൊണ്ട് അവർക്കൂടെ മനസ്സിലാകും. നമ്മൾ പ്രൊഡക്റ്റ് വെള്ളോട്ട് ഇറക്കുമ്പോഴത്തെ നമ്മളൊരു മേജർ വൈഡ് ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേസിൽ പോയേക്കുന്നത്. ഇത് തന്നെ കുറച്ച് പേസ് കൂടുതലാന്ന് പറയുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്കൊന്നും മനസ്സിലാവും, ഒന്നുകൂടെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഞാൻ മനസ്സിലായ കാര്യം ഇതാണ്, ഈ ഒരു മിസ്റ്ററിയുടെ ഈ ഒരു പാത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വ്യൂ വേണം. ഫസ്റ്റ് വ്യൂവിൽ നമ്മൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല സെക്കൻഡ് വ്യൂവിൽ നമുക്ക് കിട്ടും. നമ്മൾ അങ്ങനെ ഇതിനെ ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇൻറ്റൻഷനലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം നമുക്കറിയാം പേസ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അമൽനീരദിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ബൊഗൈൻവില്ല. ഞാൻ എഴുതിയുകൊണ്ട് പറയുന്നതല്ല.
നിങ്ങൾ ഇനി റിപ്പീറ്റഡ് വ്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ക്യാരക്ടേഴ്സിന് ചില ഏരിയയിൽ മാത്രമേ ലൈറ്റ് വന്നിട്ടുള്ളൂ. ചില സീൻസ് കാണിക്കുമ്പോൾ കണ്ണാടി കൂടെയാണ് കാണിക്കുന്നത്. ചില സീൻസിൽ ഇപ്പോൾ റീത്തു എന്ന ക്യാരക്ടർ ആ ഗേറ്റിൻ്റെ അടുത്ത് വരെയാണ് കൂടുതൽ പ്രാവശ്യം വന്ന് നിൽക്കുന്നത്. റീത്തുവിനെ കാണിക്കുമ്പോൾ തന്നെ ചിലതിനകത്ത് ഫ്രെയിം ഇൻ ഫ്രെയിം വരുന്നുണ്ട്. നമ്മൾ ഈ ഡേവിഡ് ഫിഞ്ചറിൻ്റെ സിനിമകളെടുത്ത് കീറി മുറിച്ച് നമ്മൾ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന പോലെ തന്നെ ഏതൊരു ഫിലിം മേക്കറാകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബെസ്റ്റ് മാസ്റ്റർ ക്ലാസ്സാണ് ഈ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ സാധനം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അമന്തീരം എന്ന് പറഞ്ഞ ഡയറക്ടർ ഭീഷ്മപർവത്തിൽ നിന്ന് എന്തുമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ പൂക്കളിനോട് എന്താണ് ഇത്ര ഫിക്സേഷൻ? ഹൈഡ്രാഞ്ചിയ പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നതൊന്നും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൂക്കളല്ല. ഐ മീൻ ഇപ്പോൾ വല്ല വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കരിക്കാനോ ഒന്നും ഉപയോഗിക്കുന്ന പൂക്കളല്ല. ഹൈഡ്രാഞ്ചിയായാലും ബോഗൻവില്ല ഇപ്പോൾ ഫോട്ടോഷൂട്ടുകൾക്ക് വേണ്ടി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇപ്പോൾ കാർക്കാരങ്ങരയ്ക്ക് ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് ഒരു പരമ്പരാഗത രീതിയായിട്ട് കൺവെൻഷനലി അത് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ് അല്ല. ഹൈഡ്രാഞ്ചിയ ആയാലും അതെന്താ ഈ ക്യൂരിയസ് ഫാക്ടർ തന്നെയാണ് അതിനകത്തൊരു കാര്യം. അതെന്താന്നുള്ളത് നമ്മൾ കഥ എഴുതുമ്പോഴത്തേന് ഈ കഥൻ്റെ ഹുക്ക് പോയിന്റ് ഉണ്ടാവണമല്ലോ. അത് പേരിടുന്നതിനകത്താണെങ്കിലും ശരി, നമ്മളതിനകത്തെ സീൻസ് ആണെങ്കിലും ശരി, നമ്മൾ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനമായിരിക്കാം, പക്ഷേ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ കിട്ടുന്ന ഒരു സാധനത്തിന് വേറെ അർത്ഥം കൊടുക്കുമ്പോൾ റിപ്പീറ്റ് വാച്ചിനും റിപ്പീറ്റ് റീഡിനും നമ്മുടെ മനസ്സിൽ കിടക്കും. ഈ സാധനം സിനിമ നമ്മുടെ മനസ്സിൽ കിടക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ബൊഗൈൻവില്ല കാണുമ്പോൾ നിങ്ങൾ ബൊഗൈൻവില്ല സിനിമയെക്കുറിച്ച് ഇവിടെ ആലോചിക്കും. ആ റിപ്പീറ്റ് വാച്ച് തന്നെയാണ്. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞൊരു പൂ. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞ പൂ നിങ്ങൾ എൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രേഞ്ചിയ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കില്ലർ വരും, അവൻ ഇട്ടേക്കുന്ന ബെഡ്റൂം എല്ലാം വരും. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റോറിയിലേക്ക് ആൾക്കാരെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങളാണിത്. ഇതെല്ലാം നമ്മൾ ഈ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സിന് ഉപയോഗിക്കില്ലേ സാർ പടത്തിൽ? ഇപ്പം നമ്മുടെ കാസ്റ്റവേലൊരു വോളിബോൾ അത് ക്യാരക്ടർ തന്നെ. അത് തന്നെ പിന്നെ പല ആളുകൾ പല രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോൾ ലോകേഷ് കനരാജ് കൈതിയിൽ ആ കമ്മലിൻ്റെ ഇൻസ്പിറേഷൻ ആ ബോളാന്ന് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ബോഗൻവില്ല എടുത്തേക്കാണെങ്കിൽ ഒരു ഊന്നുവടി പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ആ ഊന്നുവടിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷനിലൊക്കെ വലിയ പ്രാധാന്യമാണ്. അതിനങ്ങനെ ഒരു ഒബ്ജക്റ്റായിട്ട് പ്ലേസ് ചെയ്തത് തന്നെയാണ്. അത് ഒബ്ജക്റ്റ് വന്നത് എനിക്ക് വല്യപ്പച്ചൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേന് നോർമലി വല്യപ്പച്ചന്മാർ നടക്കുമ്പോൾ ഒരു ഊന്നുവടി ഉണ്ടാവണം. പക്ഷേ ഈ ഊന്നുവടിക്ക് ഒരു പ്രത്യേകത വേണം. അപ്പോൾ ഇങ്ങനെ വടിവാളുള്ള ഊന്നുവടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെങ്ങനെ ഈ പയ്യനിലേക്ക് വരും. അപ്പോൾ ഒരു 10-12 വയസ്സുള്ള ക്യൂരിയോസിറ്റിയാണ് ഇതെന്താ സംഭവം എന്നുള്ള കാര്യം തുറന്നു നോക്കുക. ഇതെപ്പോൾ തുറന്നു നോക്കും? വല്യപ്പച്ചൻ റൂമിലില്ലാത്ത കേസ്. ഇതൊക്കെ ഈ തോട്ട് പ്രോസസ്സിൽ കൂടെ ഇതെല്ലാം വരുന്ന നാച്ചുറലി ഇത് വരുന്നതാണ്. അപ്പോൾ വല്യപ്പച്ചൻ റൂം തുറന്നു വരുമ്പോൾ ഇവന് പെട്ടെന്ന് വെച്ചിട്ട് ഉടനെ ഇവൻ്റെ കൈ മുറിയണം. ഇവൻ്റെ കൈ മുറിഞ്ഞാൽ ഇവനെ വീട്ടിൽ അമ്മയെ കാണിക്കാൻ പറ്റത്തില്ല, ഇവൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും അന്നത്തെ കാലത്ത് തേച്ചുകൊണ്ടിരുന്ന മുറിവിനകത്ത്. ഇതെല്ലാം നമ്മൾ ഈ ചിന്ത ഈ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ആ വേർഡിലേക്ക് ഇരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് നമ്മളെ കാണിച്ചു തരുന്ന കഥ എന്താണെന്നുള്ള കാര്യം. ശരിക്കും ക്യാരക്ടറാണ് പ്ലോട്ട്. ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്ലോട്ട്. ഇത് നമ്മളെ കാണിച്ചു തരും. നമ്മൾ ശരിക്കും അതിനകത്തേക്ക് ഇരുന്ന് നമ്മളെ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറും കാണിച്ചു തരും അവരുടെ പെരുമാറ്റം എന്താണ്, അവരെന്താണ് കാണുന്നുള്ള കാര്യം. അങ്ങനെ കിട്ടുന്നതാണ് ഇതെല്ലാം. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് വേണം നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ട് എഴുതുന്നതല്ല. നമ്മളെ വല്യപ്പച്ചനെ ആലോചിക്കുമ്പോഴാണ് പറയുന്നത് വല്യപ്പച്ചൻ്റെ പ്രായം എന്താണ്, അയാൾ എങ്ങനെ നടന്നുകൊണ്ടിരുന്നത്, അയാളുടെ പ്രൗഢി എന്താണ്, അയാൾ എന്താണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്, കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. മറ്റൊരു കാര്യം, പലപ്പോഴും ഈ ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ കൾപ്രിറ്റിൻ്റെ അല്ലെങ്കിൽ സീരിയൽ കില്ലറിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ അയാളെ അറിഞ്ഞോ അറിയാതെ ന്യായീകരിക്കുന്ന ഒരു കാരണം കൂടി എവിടെയൊക്കെയോ ഉണ്ടാവും. ഇപ്പോൾ രാക്ഷസനൊക്കെ എടുത്ത് നോക്കിയാൽ ആ ക്യാരക്ടറിനോട് നമുക്ക് പാവം തോന്നുന്ന അയാൾ ആ സ്കൂൾ വിദ്യാർത്ഥിനെ കൊല്ലാൻ പോലും ന്യായീകരിക്കുന്ന ഒരു കാരണം, അതായത് പോസിറ്റീവായ ഒരു കാരണമാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അല്ല, അതെന്താ? അതെനിക്ക് ഇഷ്ടമില്ല. കാരണം ചീത്ത കാര്യം ചെയ്യുന്ന ആളെ ന്യായീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. നമ്മളത് എനിക്ക് തോന്നുന്നു മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കും നമ്മൾ കാണുന്നത്. ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് അതിൻ്റെ ന്യായീകരണം കൊടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഒരാൾ കുറ്റവാളിയാകാണ്ട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് മതി. മറ്റേ ഒരു ഇൻസിഡൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട് കേട്ടോ. സീരിയൽ കില്ലർ ആകണം. നമ്മൾ റെപ്റ്റൈൽ ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്താണ് ഈ സാധനം എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കാനുള്ള പല ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പം ക്രൈം ചെയ്യുന്ന ആൾ ക്രിമിനൽ തന്നെയാണ്. അയാൾ തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണ്. അയാൾ ഇങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. അയാൾ എന്തായിട്ട് മാറാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാളാണ് വടിയും കുത്തി താഴോട്ടിറങ്ങുന്നതിൻ്റെ കാരണം അതാണ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിത ക്ലേശങ്ങളൊക്കെ ഉണ്ടല്ലോ സാർ. ഇപ്പോൾ ചില പരിപാടികൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പല യുവ എഴുത്തുകാരും പറയുന്നത് വണ്ടിക്കൂലി പോലും തരില്ല, അവിടെ പോയിട്ട് ഘോരഘോരം പ്രസംഗിക്കേണ്ടതാണ്, പക്ഷെ അതുപോലും ആളുകൾ തരില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളോടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ഗൾഫുകാരനോട് വരുമ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ സിനിമാക്കാരോട് എന്നാ അടുത്ത പടത്തിൻ്റെ റിലീസ് പോലെ ഒരു പണിയില്ലല്ലോ എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ഇതുണ്ട്. ഈ ക്ലേശങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ എഴുത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഒരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. വരുമാനം സ്രോതസ്സോടുകൂടി അവസാനിച്ചു.
ഒരു വിരസതയുടെ ഒരു നീണ്ട കാലം ഇങ്ങനെ എടുക്കുകയാണല്ലോ, ഇതിനെങ്ങനെ അതിജീവിക്കുന്ന വിചാരിച്ച്? ഞാൻ വിചാരിച്ചില്ല, ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. 2015 ഞാൻ ജോലി രാജിവെക്കുമ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ 3 തിരക്കഥയുണ്ട് ആ സമയത്ത്. ഒരു ക്രൈമുണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. ഇത് 3 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ആക്ടേഴ്സിനോടോ ഡയറക്ടേഴ്സിനോടോ നമുക്ക് പറയാം. ഞാൻ പെട്ടെന്ന് ചോദിച്ചോട്ടെ, ക്രൈമിന് വേണ്ടി ജിത്തു ജോസഫിനെ സമീപിച്ചോ? ഞാൻ പറയാം, ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ വളരെ ചാൻസ് കുറവാണ്. റൊമാൻസിന് വേണ്ടി അതിനുവേണ്ടി ആളെ ഇല്ല 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 ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജോലി രാജിവെച്ചാൽ ഇഷ്ടംപോലെ സമയം അപ്പോയിൻമെൻറ്റ്സ് കിട്ടും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത് 1 വർഷം കൊണ്ട് മല മറിക്കാം സിനിമയിൽ, പിന്നെ കോടികൾ നമുക്ക് കാശ് വാങ്ങിക്കാം, രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളിരിക്കുന്നത്. എവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും? പുതിയൊരാൾക്ക് എവിടെ ആരാ അപ്പോയിൻമെൻറ്റ് കൊടുക്കണം? അങ്ങനെ കിട്ടിയില്ല. സാമ്പത്തികം താഴോട്ട് പോകുന്നു, പ്രശ്നം, വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം, ബന്ധുക്കളെ കളിയാക്കൽ. പിന്നെ ആ സമയത്ത് ജീവിക്കാൻ മാർഗ്ഗം, ഞാൻ പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. പെയിൻറ്റിങ് വിറ്റാണ് ആ സമയത്ത് കുറച്ച് കാശ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ സപ്പോർട്ട് എൻ്റെ ഭാര്യയായിരുന്നു. ഈ സാമ്പത്തികമായ സഹായത്തെക്കാൾ അപ്പുറത്ത് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ രാവിലെ കൊച്ചിയിലേക്ക് വരുന്നു, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നോക്കുന്നു, കിട്ടുന്നില്ല, സിനിമ സെറ്റിൽ നിൽക്കുന്നു, നമ്മളെ ഓടിച്ചു വിടുന്നു. ഇതെല്ലാം നമ്മൾ മടുത്ത് വീട്ടിൽ വരുമ്പോൾ പിറ്റേ ദിവസവും എണീക്കാണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ കാണും. അതെൻ്റെ ഭാര്യയായിരുന്നു. ഇതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു മാക്സിമം ഒരു 1 year 1.5 year ഞാൻ തിരക്കഥാകൃത്ത് വന്നത് വിചാരിച്ചു. ഇതിപ്പോൾ 9 കൊല്ലമായി. കണ്ണടിച്ചെടുത്ത തീരുമാനം. എൻ്റെ തീരുമാനം എല്ലാം അങ്ങനെയാണ്. ഞാനൊന്നും ആലോചിക്കത്തില്ല, വരുംവരായി ആലോചിക്കത്തില്ല. കടലിൽ ചാടുന്നു പറഞ്ഞാൽ ഞാൻ കടലിൽ ചാടും, പിന്നെ ഞാൻ ആലോചിക്കത്തില്ല എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള കാര്യം. അങ്ങനെയാണ്. ഞാൻ രാജു ഏറ്റവും അധികം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പക്ഷേ അതിനൊരു തമാശയുടെ ടോണും ഉണ്ടായിരുന്നു. ഞാനൊരു മനോരമയിലാണ് ഒരു അഭിമുഖത്തിൻ്റെ ഇതിൽ വായിച്ചത്. അത് ഞാനും അന്ന് കുറേ സമയത്ത് ആലോചിച്ചിരുന്നു. കോവിഡിൻ്റെ സമയത്താണ് ബ്രെഡും ബണ്ണും കണ്ടുപിടിച്ചവർക്ക് നന്ദി എന്നുള്ളത്. അത്രമാത്രം മനസ്സ് വേദനിച്ചിരുന്നു ആ സമയത്ത്. ആ സമയത്ത് കൈ കാശില്ലെന്നേ, നമുക്ക് ജീവിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കാശില്ല. എത്രയെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾ നമ്മൾ കാശ് വയ്ക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടുണ്ട് അമേരിക്കയിൽ, ഞാൻ ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നത്. അവൻ എനിക്ക് മാസം $100 അയച്ചു തരും. അതുകൊണ്ട് ഞാൻ വാടക കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇത് എനിക്ക് തോന്നുന്നു സിനിമ ഭ്രാന്തരായിട്ട് നടക്കുന്ന എല്ലാ മനുഷ്യരും ഇപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിവിടെ ഒന്ന് എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇത് വേണ്ടെന്ന് വെച്ചിട്ട്, കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 2 കളിപ്പിച്ച് ചാടുക, എനിക്ക് തിരക്കഥാകൃത്ത് ആയേ പറ്റത്തുള്ളൂ. ഞാൻ അതിന് വേണ്ടി ചാടിയതാണ്. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി പണ്ട് ഇതുപോലെ ബേൺ ബ്രിഡ്ജസ് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ബ്രിഡ്ജസ് എല്ലാം ബേൺ ചെയ്തിട്ട് എടുത്ത് ചാടുമായിരുന്നു. അന്ന് വിലക്കുറവിൽ കിട്ടുന്ന ബ്രെഡും ബണ്ണുമാണ് നമുക്ക് ആഹാരം കഴിക്കാനുള്ളത്. അതെല്ലാം നമ്മൾ ജീവിച്ചോണ്ടിരുന്നു. വണ്ണം കൂടിയത് അങ്ങനെയാണ് ആ സമയത്ത്. ഡിപ്രഷൻ ആകുമ്പോൾ ഞാൻ ഒത്തിരി ഫുഡ് കഴിക്കും, അപ്പോൾ ബണ്ണ് കഴിച്ചുകൊണ്ടേയിരിക്കും, ബ്രെഡ് കഴിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെയായിരുന്നു. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ വന്നതിന് ശേഷം ചിരി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഡിപ്രഷനെ ഭയങ്കര ലൈറ്റർ ടോണിൽ എടുക്കുക, അതായത് ശരിക്കും ദുഃഖവും നിരാശയും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അത് മനസ്സിലാവാത്ത ആളുകളുണ്ട്. അപ്പം ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് എന്താ മെഡിക്കൽ ഹെൽപ്പ് എടുത്തിരുന്നു? ഉണ്ട്. ഞാൻ 1.5 വർഷത്തോളം ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. എങ്ങനെ മനസ്സിലായ എനിക്ക് മെഡിക്കൽ ഹെൽപ്പ് തന്നെയാണ് വേണ്ടത് എന്നുള്ളത്? ആളുകൾ ഒരുപാട് വേറെ ഓപ്ഷൻസ് പറയും. വേൾഡ് ടൂർ പോകൂ, കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കൂ, പിന്നെ സിനിമ കാണൂ, കോമഡി സിനിമ കാണൂ. ഒന്നും ഏക്കത്തേ ഇല്ല. ഇത് ശരിക്കും ഞാൻ ട്രീറ്റ്മെൻറ്റ് വേണം. ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മളൊക്കെ പറയും പാട്ട് കയറ്റാൻ മാറി, എവിടെ മാറി, അതൊന്നും മാറത്തില്ല. നമ്മുടെ ബേസിക് ചിന്ത തന്നെ അങ്ങനെ. നമുക്ക് എണീക്കാൻ ഇഷ്ടമില്ല, ഉറങ്ങി കിടന്നാൽ ആലോചിക്കുന്നതാണ് നാളെ നേരം നമ്മൾ എണീക്കരുതെന്ന് നമ്മൾ ഓർക്കുന്നത്. ആ സിറ്റുവേഷൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, പണി പാടാൻ തുടങ്ങിയത്. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഓക്കെ ചെയ്തത്. 1.5 വർഷത്തോളം എടുത്തായിരുന്നു. ഇതെന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലാണോ ഇന്ത്യ എനിക്ക് അറിഞ്ഞോ, നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഒത്തിരി കുറവാണ്. എല്ലാ വീട്ടിലും കാണും ഡിപ്രഷനുള്ള ഒരാൾ, എല്ലാ വീട്ടിലും ഉണ്ടാകാൻ ചാൻസ്. എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും, പക്ഷെ നമ്മളിത് തിരിച്ചറിയത്തില്ല. അങ്ങനെയാണ് ഇതെല്ലാം സിവിയർ ആവുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നു, എല്ലാം ഇങ്ങനെ ഒരു കാര്യങ്ങളാണ്. സൂയിസൈഡിലേക്കൊക്കെ ചിന്തിച്ചാൽ പോയിട്ടുണ്ട്? പിന്നെ അതെൻ്റെ കയ്യിൽ പാടുണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ. ഇതുണ്ട് ഇപ്പോഴുണ്ട്. വലിയൊരു ബുദ്ധിശൂന്യത അർത്ഥശൂന്യതയാണെന്നൊക്കെ പിന്നെ തോന്നിയിട്ടുണ്ടോ? അത് ആ സമയത്ത് നമുക്ക് അറിയത്തില്ല. ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ ഞാനല്ല അവിടെ ഇരിക്കുക, നമ്മുടെ ഡിപ്രഷനാണല്ലോ നമ്മളെ അവിടെ കൊണ്ടു നടക്കുന്നതാണ്, നമുക്കറിയത്തില്ല അത്. എന്താ ഏറ്റവും അധികം സ്വാഭിമാനം തോന്നിപ്പിക്കുന്ന ഈ പുസ്തകക്കെട്ട്? എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ ബുക്ക് ഷെൽഫിലൊക്കെ ഇരിക്കുന്നു, അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഇത്ര പതിപ്പ് വേണം, നിങ്ങൾ ബെസ്റ്റ് സെല്ലറാണ്, നിങ്ങൾക്ക് ഇത്ര ശതമാനം റോയൽറ്റി തരാട്ടോ, പകുതി വരെ റോയൽറ്റി തരാട്ടോ, എന്താ? എനിക്ക് അഭിമാനം തോന്നുന്നത് ഞാൻ എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ കണ്ണിൽ തിളക്കാണ്. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അഭിമാനം. വേറെ ഒന്നും എന്നെ ബാധിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഞാൻ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഫുള്ള്. അതാണ് എൻ്റെ അഭിമാനം, വേറെ ഒന്നുമല്ല.
എത്ര പതിപ്പ് പോയോ എത്ര പടം ഹിറ്റായോ എന്ന് എന്നെ ബാധിക്കാറുണ്ട്. ഇവൾ ഹാപ്പിയാണ്, ഞാൻ എഴുതുന്ന എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഇവൾ ഹാപ്പിയാണെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഒരു സംഘം കൂട്ടുകാരില്ലേ, കിരൺ, ശാലിനി, ആ അവരൊക്കെ ഹാപ്പിയാണോ? പിന്നെ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കിരണും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ശാലിനി എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റാണ്. എൻ്റെ അവളുടെ ഫ്രണ്ടാണ്, എൻ്റെയും ഭാര്യയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. അപ്പം എല്ലാ കാര്യത്തിലും അവളുണ്ടാവും കൂടെ. ജ്യോതിർമയെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചാൽ, ജ്യോതിർമയി നമ്മളങ്ങനെ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിനൊരു പുതുമയുണ്ടായിരുന്നു. അവരെത്രമാത്രം അണ്ടർ യൂട്ടിലൈസ്ഡ് ആർട്ടിസ്റ്റാണെന്നും കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റി. ഋതു ആയിട്ട് ജ്യോതിർമയി മതി എന്നുള്ള ഒരു ഡിസിഷൻ, അത് എപ്പോഴാ നിങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനം, അത് എപ്പോഴാന്ന് ഒന്ന് പറയാൻ പറ്റുമോ? കഥ കേട്ട് സിനിമയാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ജ്യോതിയായിരുന്നു സാറ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമൽ നീരദ് എന്ന് പറഞ്ഞൊരു ഹസ്ബൻഡ് അല്ലായിരുന്നെങ്കിൽ പോലും അമൽ നീരദ് ഡയറക്ടർ ചൂസ് ചെയ്യുക ജ്യോതിയെ തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്, അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സാർ ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെയാന്ന് പറഞ്ഞു. ജ്യോതി എന്ന് എനിക്ക് ഓക്കെയാന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്കൊരിക്കലും ഒരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല, അതൊരു പെട്ടെന്നുണ്ടായൊരു പ്രതികരണമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 5-ാം പാതിരയ്ക്ക് ശേഷം 6-ാം പാതിര മിഥുൻ മാനുവൽ അനൗൺസ് ചെയ്യുന്നു, അതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നു, എൻ്റെ ഹൈഡ്രാഞ്ചിയെ നിങ്ങൾ പൂക്കൾക്ക് പകരം പ്രതിമയാക്കി എന്നുള്ളത്. രണ്ടും തമ്മിൽ സാമ്യമുണ്ട് താനും, ഇല്ല എന്ന് പറയുന്നില്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ അന്ന് വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ സിനിമയിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കിയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ. ഞാൻ അത് ആലോചിച്ചില്ലായിരുന്നു. ഹൈഡ്രേഞ്ചിയ ഞാനന്ന് കമൻറ്റ് ഇട്ട ശേഷം ഇത് കേസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കുന്നതിന് 10% കോടതി കെട്ടിവെക്കണം. അതില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ. തന്നെയല്ല തെളിയിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് അതിനകത്ത്. ഇപ്പം നമ്മൾ കോപ്പിറൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പുസ്തകമാക്കിയിട്ടുണ്ടെങ്കിലും കോടതി നോക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ കേട്ടതാണ് 60% എങ്കിലും വേർഡ് ടു വേർഡ് സെയിം ആയിരിക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടായപ്പോലും കോടതി അംഗീകരിക്കത്തില്ല, കാരണം കോപ്പി അല്ലെന്നേ പറയത്തുള്ളൂ. അതെൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് തോന്നിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഹൈഡ്രേഞ്ച് സിനിമ ആകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ബിപിൻ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്താണ് ബിപിൻ ചന്ദ്രൻ 5-ാം പാതിര പോയി കാണുന്നു, എന്നെ ഫോൺ ചെയ്യുന്നു, രാജു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ മെൻ്റൽ ടേം എനിക്കറിയത്തില്ല. ഇപ്പം മിഥുൻ മാനുവൽ തോമസ് അത് കോപ്പി അടിച്ചോ ഇല്ലെന്നുള്ളത് മിഥുൻ മാനുവൽ തോമസിന് മാത്രം അറിയത്തില്ല, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ആരോപണം മാത്രമാണ്, അത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുള്ളിയുടെ മനസ്സാക്ഷിയാണ്. എൻ്റെ അന്നത്തെ ചിന്താഗതി കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ആ ജോൺഡ്രയുടെ ഒരു സിമിലാരിറ്റി ആണോന്ന് എനിക്കറിയാൻ വയ്യ. സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സീരിയൽ കില്ലറിന് കുറേ തെളിവുകൾ അവശേഷിച്ച് പോകുന്നുണ്ട്, ഒരു തെളിവുകളുടെ ഒരു പാറ്റേൺ അത് അങ്ങനെയാണല്ലോ, ആ ജോൺഡ്ര അങ്ങനെയാണല്ലോ, സ്ത്രീ കഥാപാത്രം വരുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിനോടുള്ള വികാരം എന്താണ്? അദ്ദേഹത്തിൻ്റെ വികാരം അദ്ദേഹത്തിന് സിനിമകൾ തിയേറ്ററിൽ കാണില്ലെന്നുള്ളതാണ്. അല്ല ഞാൻ പറയുന്നത്, അത് ഞാൻ അദ്ദേഹം ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചെയ്തോ ഇല്ല എന്നുള്ള കാര്യം എന്നെ ഒത്തിരി ഹേർട്ടായി. അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ 2020 ഈ ഒരു സാധനം വരുമ്പോൾ നമ്മൾ സിനിമയാക്കാൻ വേണ്ടി തീരുമാനം എടുത്തതും ഡയറക്ടറായതും പ്രൊഡ്യൂസറായതും ഒക്കെ സാധനങ്ങളാണ്, കാസ്റ്റിംഗ് എല്ലാം ആയിരിക്കുന്ന സംഭവമാണ്. നടക്കാതെ പോകുമ്പോൾ ആലോചിച്ച് നോക്കി. എൻ്റെ വേറെ ഒന്നുമില്ല, ഞാൻ ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ കൂടെ കടന്നു പോയി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയായിരുന്നു മനസ്സിലുദ്ദേശിച്ച കോമ്പൻസേഷൻ തുക? ഏതാ കോമ്പൻസേഷൻ തുക? അതിനൊരു 10% കൊടുക്കണമല്ലോ, അതുണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ 10% എത്രയാ? അപ്പോൾ 10 lakhs. ബിപിൻ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാർ എന്താ പറഞ്ഞത്? ഇത് സിനിമയാണ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നീ എന്തിനും റെഡി ആയിട്ടിരിക്കണം? അങ്ങനെ എന്നോട് പറഞ്ഞില്ല. കേസിൻ്റെ ഒന്നും പറഞ്ഞിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല ലാജോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല, നമുക്ക് അതിൻ്റെ തീരുമാനമായല്ലോ. ഈ കോട്ടയം പുഷ്പനാഥ് ഇറങ്ങി, ഏറ്റുമാനൂർ ശിവകുമാർ, അങ്ങനെ കുറേ എഴുത്തുകാരുണ്ടായിരുന്നു, കുറ്റന്വേഷണ എഴുത്തുകാരുണ്ടായിരുന്നു. അവരുടെ അപസർപ്പ സ്വഭാവമൊക്കെ ഉണ്ട് നോവലിനുണ്ട്. വല്ലാത്തൊരു വിടവ് ഉണ്ടായിരുന്നു അതിന്. അവിടെയാണ് കറക്റ്റായിട്ട് ലാൽ ജോസ് വന്ന് വീഴുന്നത്. അതായത് ഒരു സമയത്ത് പ്രണയ സിനിമകൾ ഒന്നും ഇറങ്ങുന്ന സമയത്ത് തട്ടത്തിന്മേലത്ത് ഇറങ്ങിയ പോലെ ആണ്, വേറൊരു കമ്പാരിസൺ ആണ് എന്നാലും പറയാം. അതുപോലെയായിരുന്നു ലാൽ ജോസിൻ്റെ എൻട്രി. അതെനിക്ക് തോന്നുന്നു ഹൈഡ്രാഞ്ചിയാണ് ഏറ്റവും അധികം ആളുകൾ വായിക്കുന്നത്. അവിടുന്ന് പിന്നെ പിറകോട്ട് ആളുകൾ വായിച്ചിട്ട് കോഫി ഹൗസിലേക്ക് പോവുകയാണ് ചെയ്തത്. അതൊരു പ്ലാൻഡ് മൂവായിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു കുറവുണ്ട്, നമുക്ക് അടിച്ചാൽ തൂക്കാം എന്നുള്ളത് പ്ലാൻഡ് ഒരു എഴുത്തുകാരെന്നുള്ള കാര്യം കേട്ടോ പറഞ്ഞു. എനിക്ക് മനസ്സിലായി, പകുതി പ്ലാൻഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് സാധ്യത ഉണ്ടെന്ന് അറിയണ്ടായിരുന്നു. സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനത്തെ പുസ്തകങ്ങൾ, കാരണം ഇങ്ങനത്തെ പുസ്തകം വായിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പം ബുക്ക് ഷോപ്പിൽ നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുസ്തകങ്ങൾ വരാത്തത് എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് ആയിരുന്നു. അത് എനിക്ക് കഥ എഴുതാൻ പറ്റുമോ, ആൾക്കാർ വായിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ചെയ്ത സാധനമാണ്. അത് ഭാഗ്യത്തിന് ഹിറ്റായി. എനിക്ക് പറഞ്ഞത് അങ്ങനെ സാധനം ഇല്ലായിരുന്നു, വായിക്കാണ്ടില്ലായിരുന്നു, അങ്ങനെ ഹിറ്റായതാണ്. ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരനാരാ? ഡെന്നിസ് ജോസഫ്.
ഡെന്നിസ് ജോസഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ശ്യാം പുഷ്കരൻ, പത്മരാജൻ, അതറിയാലോ എല്ലാവർക്കും. പിന്നെ പത്മരാജൻ സാറ്. എന്താ ഡെന്നിസ് ജോസഫിൽ കാണുന്നൊരു അപൂർവത? ഹിറ്റായിരുന്നു പുള്ളി. ഇടുന്ന എല്ലാ ഹിറ്റുകളുടെ തമ്പുരാനാണ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് കൊമേഴ്ഷ്യൽ ഫിലിംസ് ചെയ്യാനാണ് ഇഷ്ടം. അമൽ സാറ് പറയുന്ന പോലെ കയ്യടി വരുന്ന തട്ടുപൊളിപ്പൻ സിനിമകൾ. എൻ്റെ അമൽ സാറിൻ്റെ ചിന്തകളിൽ അങ്ങനെയാണ്. നമുക്ക് തിയേറ്ററിൽ കയ്യടി വരണം, അങ്ങനത്തെ സിനിമകൾ ചെയ്യാനാണ് എനിക്കും അമൽ സാറിന് ഇഷ്ടം. അല്ല നമ്മൾ വേറൊന്നും ആലോചിക്കുന്നില്ല. തിയേറ്റർ പൂരപ്പരമ്പാക്കുക, അങ്ങനത്തെ സാധനമാണ് എനിക്കിഷ്ടം. ഹിറ്റ് ഉണ്ടാകണം. അത് ഞാൻ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, അപ്പം മറ്റൊരു നരസിംഹം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ധ്രുവം ഉണ്ടാക്കാനോ ഒക്കെ തന്നെയാണോ ആഗ്രഹം? നരസിംഹം എൻ്റെ ടൈപ്പ് സിനിമയല്ല. അത് ഞാൻ പറയുന്നത് സോറി, ഓക്കെ, അതിൻ്റെ പെട്രറിക്കലും ടെറൈനും ഒക്കെ മാറ്റി വെച്ചോളൂ. ഞാൻ പറയുന്ന ഒരു സീനിനുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു മാഗ്നാനിമിറ്റി കാണിക്കുന്ന ചില ഹിൻ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ 4ാമത്തെ പാക്കിൽ 3ാമത്തെ ഐസ്ക്രീം വിടുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയണ അങ്ങനെ പോലും ഉള്ള അത്രയും കഴിവുള്ള ആള്, അല്ലെങ്കിൽ എൻ്റെ പകുതി അഭ്യാസം നീ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ, ബാക്കി കൂടി കാണാൻ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്ന അറക്കൽ മാധവനുണ്ണി, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സാർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ എഴുതാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കഥേനൊക്കെ കൂടുതൽ ക്യാരക്ടേഴ്സിനെയും കൂടി ഉണ്ടല്ലോ. എനിക്കതാ ഇഷ്ടം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ക്യാരക്ടറാണ് പ്ലോട്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ക്യാരക്ടറിന്റെ തീരുമാനങ്ങളും ഡിസിഷൻസും അവരെടുക്കുന്ന ഓരോ ഓപ്ഷൻസും ഒക്കെയാണ് കഥ. അല്ല ആദ്യം കഥയല്ല എനിക്കുണ്ടാവും, എനിക്ക് ആദ്യം ക്യാരക്ടറാണ് ഉണ്ടാവുന്നത്. ആ ക്യാരക്ടറാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഞാൻ അങ്ങനെ എഴുതാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഫിലിം എന്ന് വെച്ചാൽ അത് ആണ് ചെയ്യുന്നതായിരിക്കാം, പെണ്ണും ചെയ്യുന്നതായിരിക്കാം. കിൽ ബില്ല് പോലത്തെ ഒരു മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന തിരക്കഥ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ആരും തയ്യാറല്ല. ഒരു പെണ്ണിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആരും തയ്യാറല്ല. ഞാൻ തിരക്കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കിൽബില്ല് പോലത്തെ എന്നാണ്, കിൽബില്ലിൻ്റെ കോപ്പി അല്ല ഞാൻ. പക്ഷേ അതേപോലെ കംപ്ലീറ്റ് ആക്ഷൻസും ഇമോഷൻസും എല്ലാം ഒരു ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്, അതിന് തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഞാൻ. പക്ഷേ എത്ര പേര് ചെയ്യുമോ? അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ വീണ്ടും ഹീറോയിലേക്ക് വരേണ്ടി വരും. എൻ്റെ ഇഷ്ടം പോലെ കഥകളുണ്ട്, പെണ്ണുങ്ങളെ ബേസ് ഇഷ്ടം പോലെ കഥകളുണ്ട്. എനിക്ക് അങ്ങനെ കഥ പറയാൻ ഭയങ്കര ഇഷ്ടം. കാരണം അങ്ങനത്തെ കഥകൾ നമ്മൾ അധികം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആണുങ്ങളുടെ കഥ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, പല വേർഷൻസും കണ്ടിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങളുടെ കഥ പറയാൻ ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എത്ര കഥ വേണം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബോഗൻവില്ലയുടെ പോലെ സെറ്റപ്പ്, ഒരു ഭാര്യ ഭർത്താവ് മൂന്നാമതൊരാൾ, ഇത് വെച്ച് എനിക്ക് ഒത്തിരി കഥ പറയാൻ പറ്റും. ഒരു 25 കഥ എനിക്ക് മിനിമം പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിനിമം ക്യാരക്ടേഴ്സ് വെച്ച് മിനിമം ലൊക്കേഷൻ വെച്ച് കഥ പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേസമയം എനിക്കൊരു തട്ടുപൊളിപ്പൻ ആക്ഷൻ പടം ചെയ്യണം എനിക്ക് ഭയങ്കര. ഈ 2 കാറ്റഗറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. എനിക്കതാണ് ഇഷ്ടം. കോസിനെസ് അല്ലേ, ഒരു ഭയങ്കര കംഫർട്ട്, ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സെറ്റിംഗ്, അത് എഴുത്തിലേക്ക് കൊണ്ടുവരണം എന്താ തോന്നുന്നത്? അതെനിക്ക് അഗത ക്രിസ്റ്റി ഇഷ്ടമുള്ളതാണ്. അഗത ക്രിസ്റ്റിയുടെ മൂഡെല്ലാം ഒരു വീട്ടിൽ ഒരു ലൊക്കേഷനിൽ നടക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂഡ്, വെള്ളിപ്പാത്രങ്ങൾ, എപ്പോഴും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എസ്തർ മാനുവലിനെ പറ്റി ഒരു ക്യാരക്ടർ ഡീറ്റെയിൽ ചോദിച്ചോട്ടെ. സാധാരണ ഇപ്പോൾ ഒരു കുറ്റാന്വേഷകൻ അല്ലെങ്കിൽ കുറ്റാന്വേഷക, അവർ അസാമാന്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽസ് ഒക്കെ ഉള്ള, ഇപ്പം ഷെർലക് ഹോംസിന്റെ മൈക്രോ എക്സ്പ്രഷൻ ഡിറ്റക്ഷനിസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കഴിവുകളുള്ള, എന്താ പറയുക, ഒരാൾ പറയുന്ന ഉത്തരത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അയാളോട് തിരിച്ച് ചോദിക്കുന്ന, അങ്ങനെ ഭയങ്കര സ്കിൽഫുൾ ആയിരിക്കും ഇവർ. സേതുരാമയ്യർക്ക് തന്നെ ഉദാഹരണം. അല്ലെങ്കിൽ ഒരാൾ ഒരു ഭയങ്കര ക്ലാസിക് ക്രിമിനൽ ആയിരിക്കും, ഇപ്പം ജോർജ് കുട്ടിയൊക്കെ പറയും. പക്ഷേ എസ്തർ മാനുവൽ ഭയങ്കര വൾണറബിൾ ആണ്. ഭയങ്കര അവരുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയൊക്കെയോ, അതാണ് പിന്നെ ഋതുവിന്റെ ലോകത്തിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണമെന്ന് എന്താ തോന്നിയത്? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുതുതായിട്ട് ചെയ്യണ്ടേ. നമ്മൾ ക്രൈമിനകത്ത് പുതിയതായിട്ട് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആക്ച്വലി ക്രൈമിന്റെ പറയാവുന്ന എല്ലാം ചെയ്യും. നമ്മൾ എന്ത് മോട്ടീവ് കൊണ്ടാലും ഇപ്പം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്ത് മോട്ടീവ് നമ്മൾ പറയാം അതല്ല. കാരണം നമ്മളെല്ലാം കണ്ടു തീർത്ത്. അപ്പം വ്യത്യസ്തമായിട്ട് ക്രൈമിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്ന് നോക്കുന്ന അപ്പോഴാണ് ഞാൻ ഈ ക്യാരക്ടേഴ്സിനെ പിടിക്കുന്നത്. ക്രൈമിൽ നമുക്ക് പുതിയതായിട്ട്, കാരണം നമ്മൾ ഡെയിലി കാണുന്ന വാർത്ത പോലും ഭയങ്കര ഭീകരമാണ്. നമ്മൾ ഡെയിലി ഇങ്ങനെ ക്രൈം കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഒരു മോട്ടീവ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നില്ല, കാണാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നില്ല. അപ്പം ക്യാരക്ടേഴ്സിനെ പിടിക്കുന്നതാണ് എനിക്കിഷ്ടം. ക്യാരക്ടേഴ്സ്, കാരണം ലോകത്ത് എത്രയോ ജനങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ, ഓരോരുത്തർക്കും ഓരോ ഹിസ്റ്ററി ഉണ്ട്, ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്, മാനറിസംസ് ഉണ്ട്. എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ക്യാരക്ടറിൻ്റെ മനസ്സിനകത്ത് കയറി അവരെന്താ ചിന്തിക്കുന്നത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാകും. നമ്മൾ കണ്ടും അടുത്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ്. അതാണ് എൻ്റെ ത്രില്ല്. അതാണ് മലയാളത്തിൽ വന്നിട്ടുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ ഇപ്പം ഏറ്റവും പ്രിയം ഏതിനോടാണെന്ന് ഉത്തരം ചോദിക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഉത്തരം. അത് പക്ഷേ ആളുകൾ ഇപ്പോഴും ഉത്തരം കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത് MT പോലത്തെ ഒരു അങ്ങനത്തെ ഒരാളുടെ ക്രിയേഷനാണ് അത് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഒരാളുകൾക്ക് ക്ലൈമാക്സ് പിടികിട്ടിയിട്ടില്ല. അത് ഉത്തരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എന്താ തോന്നിയിട്ടുള്ള? ഉത്തരം ഞാൻ കുട്ടിക്കാലത്ത് തിയേറ്ററിൽ കണ്ടാണ്. അന്നേരം തന്നെ ഞാൻ ഭയങ്കര ഇതായിരുന്നു. ആ ക്ലൈമാക്സിലെ സാധനം കണ്ടു, എൻ്റെ ദൈവം. അതിൽ നിന്ന് ഞാൻ മറ്റേ ഇമ്മാനുവൽ എന്നുള്ള പേര് എസ്തർ ഇമ്മാനുവലിന് കൊടുത്തേ ആ ഇൻസ്പിറേഷൻ അങ്ങനെയുണ്ട്.
നമ്മൾ ചിന്തിക്കുന്ന വഴി കൂടെ അല്ല കഥ പോകുന്നത്. അതെ, സെറ്റിങ്ങും അതുപോലെ അല്ല അല്ല അല്ല. അപ്പം നമ്മൾ ഒരിക്കലും ആലോചിക്കത്തില്ല ഇത് ഇങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനത്തെ ഒരു സ്കൂളും അങ്ങനത്തെ സ്ഥലവും ഇല്ല. പക്ഷേ ആ തീം പിന്നെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിന്നെ മടുക്കാൻ തുടങ്ങും. ചില സിനിമകൾ പൊട്ടാനുള്ള കാരണം അതാണ്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഈ സെയിം റീസൺ വെച്ച് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഒരു മേജർ സെറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതാണ്, ആ നോർമൽ രീതിയിൽ പോയിട്ട് ഒരു ക്ലൈമാക്സിൽ ശരിക്കും ഒരു എക്സ്പ്ലോഷനാണ് ഉണ്ടായത് അവിടെ. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റിമറിച്ച് ഇതൊന്നും നമ്മൾ കണ്ടതൊന്നുമല്ല, നമ്മൾ കണ്ട് ശീലിച്ചതൊന്നുമല്ല. അത് തന്നെയാണ് ഉത്തരത്തിൻ്റെ ഇത് സാധനം. അപ്പോൾ അവിടെ ഒരു മമ്മൂട്ടി. അതെ. മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ മമ്മൂട്ടി ഫാനാണ്. മോഹൻലാലിൻ്റെ നല്ല നടൻ സിനിമയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഒരു സൗകര്യം പോലെ മനസ്സിൽ വിചാരിക്കുക? എന്ത് സൗകര്യം? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം രഞ്ജിത്ത് തന്നെ പറഞ്ഞ കാര്യമുണ്ട്, മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പറ്റി. മമ്മൂട്ടി എന്ന നടൻ ഓട്ടർഷ പോലെയാണ്, ഏത് വഴിയിലൂടെയും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം, എവിടെ വേണമെങ്കിലും നിർത്താം, എന്താ പറയുക, എന്തൊക്കെ വേണമെങ്കിലും അതിൽ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകാം. മോഹൻലാൽ എന്ന നടൻ കുറച്ചുകൂടി ഒരു അംബാസഡർ കാർ പോലെ ആണ്. എല്ലാ സ്ഥലങ്ങളിലും അത് പോയി നിന്നുകൊള്ളണമെന്നില്ല, എല്ലാ വഴികളിലൂടെ അത് കൊണ്ടുപോകണമെന്നില്ല, എല്ലാവർക്കും അത് പ്രാപ്യമായിരിക്കണമെന്നില്ല. കാരണം അംബാസഡറിന് അങ്ങനെ ഒരു കാര്യം കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിലേക്ക് എത്താൻ ഉള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റിയ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഞാൻ എപ്പോഴും ഭാര്യയോട് പറയുന്നതാണ്, മോഹൻലാൽ എന്ന് വെച്ചാൽ ആനയെ പോലെയാണ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഭയങ്കര അട്രാക്ഷനായി, നമുക്ക് കൗതുക. ഈ ആന എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫിനേക്കാളും വലിയതായിട്ട് എനിക്ക് ലാലേട്ടൻ്റെ സ്വാഗ് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കഥ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ജയിലറിനകത്ത് ഒരു നടപ്പ്, ആ പ്രായത്തിൽ വളഞ്ഞൊരു നടപ്പ് വരുന്നത് എൻ്റെ നമുക്ക് ഗൂസ് ബംസ് ആണ് വരുന്നത്. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ലാലേട്ടനെ ആഘോഷിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. ഞാൻ ഇപ്പോഴും ഫാൻ ബോയ് ആണ്. ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതി വെച്ചതും ഈ പറഞ്ഞ മൈക്രോ എക്സ്പ്രഷൻ്റെ ഫാൻ ബോയ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചത്. ലാലേട്ടൻ എനിക്ക് സ്റ്റൈലാണ് വേണ്ടത്, ലാർജർ ദാൻ ലൈഫ് എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം.